ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. സൗത്ത് ഇന്ത്യൻ ഫേമസ് ഡിഷായിട്ടുള്ള മസാല ദോശയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഈ മസാല ദോശ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ അതിനായിട്ട് ഞാനിവിടെ വലിയ സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തൊന്ന് കഴുകിയെടുക്കാം. ഞാനിപ്പോൾ ഇത് ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 2 പീസ് ബീട്രൂട്ടോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീട്രൂട്ട് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു ചെറിയ 2 പീസ് മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഓവറായിട്ട് ചേർത്ത് കൊടുത്താൽ മസാലേൻ്റെ കളറ് ഭയങ്കര റെഡ് കളറായിട്ട് വരും. ഈ സമയത്ത് വേണമെങ്കിൽ ഇതിലോട്ട് ഒരു ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റ് ചേർത്തിട്ടില്ല. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. അടുത്തതായിട്ട് ഇനി മസാല ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ചേർത്ത് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കുറച്ച് ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്നിൻ്റെ കളറ് മാറി വരുമ്പോഴത്തേക്കും ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തത് ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ്. അത് ചെറുതായി ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അടുത്തതായിട്ട് 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് എരിവിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ ഇഞ്ചി എത്രത്തോളം വേണമെന്ന് വെച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. മസാലേൻ്റെ ഒരു റോ ഫ്ലേവറൊക്കെ മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ മസാലേൻ്റെ ഒരു പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലോട്ട് വേവിച്ച് ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ചെറിയ ചൂടുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് തിക്കായിട്ടുള്ള മസാലേനേക്കാളും കുറച്ച് ഒരു ഗ്രേവി ടൈപ്പിലുള്ള മസാലയാണ് കേട്ടോ നല്ലത്. ഈ മസാല തണുക്കുമ്പോഴത്തേക്കും കുറച്ച് തിക്കായി വന്നോളും. ഈ ഒരു സമയത്ത് ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ മസാല ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി ഇത് ഇപ്പോൾ മസാല സെറ്റായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ വലിയ സൈസുള്ളൊരു ദോശ പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ബാറ്റർ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. നൈസായി പരത്തി കഴിഞ്ഞാൽ മസാല ദോശ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഒരു ഭാഗം ഏകദേശം കുക്കായി വരുമ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യായാലും ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത് ഓവറായിട്ട് കുക്കാവാൻ ഒന്നുമില്ല, ഓൾറെഡി കുക്കായത് തന്നെയാണ്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലോട്ടായിട്ട് മസാല വെച്ച് കൊടുക്കാം. ഞാനിവിടെ സെൻറ്ററിൽ മസാല വെച്ച് 2 സൈഡിൽ നിന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നമ്മുടെ മസാല ദോശ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഭയങ്കര ഈസി ആയിട്ട് ഈ മസാല ദോശ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പണിയൊന്നുമില്ല. അതുപോലെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്